ബാങ്ക് വഴിയായിട്ട് ബുദ്ധിമുട്ട് തന്നെയല്ലേ. അവിടെ പോയിട്ട് ബാങ്കിൽ ഇത് ഒപ്പൊക്കെ ഇട്ട് കൊടുക്കണ്ടേ. വീട്ടിൽ കിട്ടുന്നല്ലേ ഏറ്റവും വലിയ സുഖം. ഒരു ബുദ്ധിമുട്ടില്ല, എന്നെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടില്ല. കിടപ്പ് രോഗികൾക്ക് ബുദ്ധിമുട്ടാണ്. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പോയി പുതിയ അക്കൗണ്ട് ഉണ്ടാക്കി അത് വാങ്ങാൻ ഇതൊക്കെ നമുക്ക് വിഷമം. നമുക്ക് കാലുകൊണ്ട് കൈകൊണ്ടൊന്നും വയ്യ. സാധാരണ പെൻഷൻ കൊണ്ടുവന്നാൽ പിന്നെ 12 പിരിവുകൾ പോലെ അങ്ങ് എടുക്കലാണ് കൊണ്ടുവരുന്ന ആളുകൾ. അതുപോലെ ഇതിന് മറ്റേതിന് അതിനെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പൈസ പോലെ അങ്ങ് എടുക്കലാണ്. അത് ഒഴിവാക്കി കിട്ടാൻ ഏറ്റവും നല്ല മാർഗം ബാങ്കിലൂടെ തന്നെ. എൻ്റെ വീട്ടിൽ വാങ്ങുന്നത് വികലാംഗരാണ്. ഇപ്പോൾ ഇവർ ഇപ്പോൾ ബാങ്കിൽ പോയിട്ട് വരിക്കേണ്ട സ്ഥിതിയായി. ബാങ്കിൽ മാത്രമല്ല, ഇപ്പോൾ കോർപ്പറേഷനിൽ പോയിട്ട് എന്തോ ലിങ്ക് ചെയ്യാനുണ്ട്, ആധാറും മറ്റേ ഇതുമായിട്ട് എന്തോ ലിങ്ക് ചെയ്യാനുണ്ട്. ഇല്ലില്ല, ഒരു ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ ബാങ്കിൽ പോയിട്ട് വാങ്ങിയാൽ തന്നെ. ബാങ്ക് വഴിയാക്കിയത് വാങ്ങാൻ പോകാൻ കഴിയാത്തവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മളൊക്കെ ബാങ്കല്ല, നമുക്ക് ഫോണിലേക്ക് വരും, ബാങ്കിൽ നിന്ന് ഫോണിലേക്ക് വരും. ഇപ്പൊ ബാങ്കിലേക്ക് പോവുകയാണെങ്കിൽ ഒരു പ്രായമുള്ള സ്ത്രീ പോവുകയാണെങ്കിൽ ഒരു 100 രൂപ കുറച്ച് കൊടുക്കേണ്ടി വരും. ആ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല ഭരണത്തിന്റെ ഒരു നേട്ടം ഉണ്ടാവാം. എനിക്ക് ബുദ്ധിമുട്ടില്ല, എനിക്കൊരു ബുദ്ധിമുട്ടില്ല. ബാങ്കിലാണ് വരുന്നത്, ഒരു ബുദ്ധിമുട്ടില്ല. ബുദ്ധിമുട്ടല്ലേ? എന്തുകൊണ്ടാലും സ്റ്റെപ്പൊക്കെ കയറി, കാല് വയ്യാത്തൊരു സ്റ്റെപ്പൊക്കെ കയറി ഇങ്ങനെ പോകാൻ കഴിയുമോ ബാങ്കിലേക്ക്? അതിനെ വരിക്ക് പോയി നിൽക്കും വേണം. ഇതാകുമ്പോൾ അതിനാണ് വീട്ടിലെത്തി കിട്ടുമല്ലോ. സുഖമില്ലാത്ത ആൾക്കാർക്കൊക്കെ നല്ലൊരു ഇതാണ്. അതൊക്കെ ആലോചിച്ച് അറിഞ്ഞൂടെ? സാധാരണക്കാരനാണ് ഒരു പോലെ. ഇപ്പം നമ്മളെ വീടിൻ്റെ അടുത്ത കാര്യം പറയാച്ചാൽ 2 ആൾ സുഖം നടക്കുന്നത്. അത്യാവശ്യം നീറ്റിക്കാൻ നടക്കും. ഓരൊക്കെ എങ്ങനെ പോവും ബാങ്കിൽ എന്ന് ആലോചിച്ച് ഗവൺമെൻറ് ഒന്ന് ശ്രദ്ധിക്കണ്ടേ? ഗവൺമെൻറ് പറഞ്ഞാൽ കുറേ കയറി പോകുന്നത്. ഈ സതീശനൊക്കെ വായി പഠിച്ച കടത്തരം പറയാമോ? ഇത് നല്ല കാര്യമാണ് പറഞ്ഞത്. ഞാൻ ഇതുവരെ ഈ മന്ത്രിസഭ ഏറ്റെടുത്തിട്ട് ഞാൻ കേട്ടില്ല. ആലോചിച്ച് നോക്കി. ഇനിയിപ്പോൾ പെൻഷൻ നമ്മൾ അങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ നമ്മളവിടെ ഈ കൂലിപ്പണി എടുക്കണം. നമ്മൾ ഇനി പെൻഷൻ വന്ന് 2 or 3 പ്രാവശ്യം ബാങ്കിൽ പോകേണ്ടി വരും. ആദ്യം പറയും വന്നിട്ടില്ല, പിന്നെ അത് വരിക്ക് നിൽക്കണം നമ്മളവിടെ. എന്നിട്ട് നമ്മളവിടെ എഴുതി ഈ എഴുതും വായനൊന്നും അറിയാത്തവനത് പോകണമെന്ന് വിചാരിക്കാം. നമുക്ക് ഓനോട് സ്ലിപ്പിൽ എഴുതി കൊടുക്കാൻ വേണ്ടി പറയും. ഓൻ കണ്ടോൻ്റെ കാല് പിടിക്കണ്ടേ? കണ്ടോൻ്റെ കാല് പിടിച്ച് കാത്തേക്ക് ഓനെ കൊണ്ട് എഴുതിച്ചിട്ട് വേണം നമ്മളവിടെ കൊടുക്കാൻ. ഈ പോക്ക് പോയാണ് ഇവര് കണി കാണുമല്ലോ. ഇനി ജനങ്ങൾ അത്രയും വെറുത്തിനും ഇവരോട് 3000 കൊടുക്കാനും 3000 കൊടുക്കുന്നുണ്ടോ പാവപ്പെട്ടവർക്ക്? അതിനിപ്പോൾ കൊടുക്കാനൊക്കെയല്ല എല്ലാ വീടും ഇപ്പോൾ അയാൾ ഗവൺമെൻറ് എടുക്കണത്. കാരണം തന്നെ പെൻഷന് ബാങ്കിലേക്കാക്കി. നമ്മളിങ്ങനെ എഴുതി കൊടുത്തിട്ട് എന്താ കാര്യം? ആദ്യം പറഞ്ഞ 2000 തന്നെ കൊടുക്കുന്നില്ല. ഇത്ര മാത്രം പറഞ്ഞാൽ മതി, പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒരു നന്നാക്കാൻ വന്ന ആൾക്കാരാ. അപ്പം എന്തേ കളി തിരിഞ്ഞ്. പ്രായം ചെന്നവർക്കും ഇത് കിട്ടാൻ ഞാൻ വീട്ടിലെത്തിച്ചതിന് വലിയ ഉപകാരമായിരുന്നു. അതിപ്പോൾ വളരെ ദയനീയമായിട്ടുള്ളൊരു നിലപാടാണ് സർക്കാരിൻ്റെ അടുത്ത് വന്നത്. അത് ഇപ്പം എൻ്റെ വീട്ടിൽ വാങ്ങുന്നത് വികലാംഗരാണ്. ഇപ്പോൾ ഇവർ ഇപ്പോൾ ബാങ്കിൽ പോയിട്ട് വരിക്കേണ്ട സ്ഥിതിയായി. ബാങ്കിൽ മാത്രമല്ല, ഇപ്പോൾ കോർപ്പറേഷനിൽ പോയിട്ട് എന്തോ ലിങ്ക് ചെയ്യാനുണ്ട്, ആധാറും മറ്റേ ഇതുമായിട്ട് എന്തോ ലിങ്ക് ചെയ്യാനുണ്ട്. അതിനൊക്കെ ഇപ്പോൾ ഇവർ പോകുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അത് ഭയങ്കര ഒരു അപാകതമാണ് സർക്കാരിൽ നിന്ന് വന്നത്. ബാങ്ക് വഴിയാക്കിയത് വാങ്ങാൻ പോകാൻ കഴിയാത്തവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മളൊക്കെ ബാങ്കല്ല, നമുക്ക് ഫോണിലേക്ക് വരും, ബാങ്കിൽ നിന്ന് ഫോണിലേക്ക് വരും. ഈ രോഗികൾക്കും പിന്നെ പോകാൻ കഴിയാത്ത ആളുകൾക്കൊക്കെ ഭയങ്കര വിഷമം തന്നെ, വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്ക് ബുദ്ധിമുട്ടില്ല, നമ്മളെ ഉമ്മക്കും പങ്ങൾക്കും ഉണ്ട്. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ട്. അവർക്ക് കണ്ണിന് കാഴ്ചയും കുറവില്ല, നടക്കാനും വയ്യാത്ത ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ്. എനിക്ക് പ്രശ്നമില്ല. പിന്നെ ഈ പ്രായമുള്ള ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. ഇത് കുറേ രോഗികളുണ്ട്, നടക്കാൻ കഴിയാത്തവർ അവരൊക്കെ സ്ലിപ്പായി പോകും. നല്ല സുഖമില്ലാത്തവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. അത് വളരെ മോശമാണ്. ഒരുപാട് പ്രായമുള്ള വ്യക്തികളുണ്ട്. ഇന്ന് മക്കളെ ആഗ്രഹിച്ചിട്ട് ഇപ്പം ബാങ്കിലേക്ക് പോവുകയാണെങ്കിൽ ഒരു പ്രായമുള്ള സ്ത്രീ പോവുകയാണെങ്കിൽ ഒരു 100 രൂപ കുറച്ച് കൊടുക്കേണ്ടി വരും. ആ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല ഭരണത്തിന്റെ ഒരു നേട്ടം ഉണ്ടാവാം. 10 കൊല്ലം ഒരു സ്ത്രീകൾ ബുദ്ധിമുട്ടിയില്ല, അതേ പറയാനുള്ളൂ. പ്രായമുള്ള ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഓരോ ശാപം കഴിഞ്ഞ് കെട്ടാനും പാടില്ല. ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, സുഖമില്ലാത്ത ആൾക്കാർക്ക്. ഈ സുഖമില്ലാത്ത ആൾക്കാർ കിടക്കണ രോഗികളുണ്ടാവും, സുഖമില്ലാതെ കിടക്കുക. അവർക്ക് വീട്ടിലെത്തിച്ചു കൊടുക്കണം, അതിന് സംവിധാനം ഉണ്ടാക്കണം. ഗവൺമെൻറ് കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തോളാം. ഓർക്ക് കൊണ്ടുവന്നവർക്ക് നമുക്ക് വിഷമാണ്. അതായത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പോയി പുതിയ അക്കൗണ്ട് ഉണ്ടാക്കി അത് വാങ്ങാൻ ഇതൊക്കെ നമുക്ക് വിഷമം. നമുക്ക് കാലുകൊണ്ട് കൈകൊണ്ടൊന്നും വയ്യ. അപ്പം അതുകൊണ്ട് ഓർക്ക് കമ്മീഷൻ കൊടുക്കുന്നത് ഓർക്ക് ഗവൺമെൻറ്റിന് ബാധ്യത ആണെങ്കിൽ അത് കൊണ്ടുവന്നവർക്ക് നമ്മൾ കൊടുത്തോളാം. പൈസ എത്ര വെച്ചാൽ 40-50 ഓർക്ക് നമ്മൾ കൊടുത്തോളാം.
ബാങ്ക് വഴിയാക്കിയാലും മോനെ നമ്മളെ നിരാശപ്പെടുത്തണം. ബാങ്കിൽ എപ്പോഴാണ് കിട്ടുക പിടിക്കാൻ നമുക്ക് ഒരു ഇതില്ലല്ലോ. വന്ന് കിടക്കൂ, നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ മാനേജർ ഉണ്ടാവില്ല, ചിലപ്പോൾ കാഷ്യർ ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടാണ്. നമ്മളായി കിട്ടിയിട്ട് വേണം മരുന്നോ മന്ത്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് അതൊരു നിരാശാണ് ഫലം. ഇല്ലില്ല, ഒരു ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ ബാങ്കിൽ പോയിട്ട് വാങ്ങിയാൽ തന്നെ നമുക്ക് വരുന്നതാണ് നല്ലത്. നമുക്ക് ബാങ്കിലൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. വീട്ടിലാകുമ്പോൾ ആൾ ഒപ്പിട്ട് കൊടുത്താൽ പൈസ കിട്ടും. ബാങ്ക് വഴിയായിട്ട് ബുദ്ധിമുട്ട് തന്നെയല്ലേ. അവിടെ പോയിട്ട് ബാങ്കിൽ ഇത് ഒപ്പൊക്കെ ഇട്ട് കൊടുക്കണ്ടേ. വീട്ടിൽ കിട്ടുന്നല്ലേ ഏറ്റവും വലിയ സുഖം. അതാണ് എനിക്ക് ആദ്യമായിട്ട് ഈ മാസം കിട്ടിയതാ. 7 മാസത്തിൽ ആദ്യമായിട്ടാണ് എഴുതി കൊടുത്തിട്ട്. ഇനിയിപ്പോൾ അത് വയ്യ ഒന്നും കിട്ടാനുണ്ടാവില്ല വയ്യ. ഒരു ബുദ്ധിമുട്ടില്ല, എന്നെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടില്ല. കിടപ്പ് രോഗികൾക്ക് ബുദ്ധിമുട്ടാണ്. അത് കുറച്ച് കൂടുതൽ സൗകര്യമായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം വെച്ചാൽ എൻ്റെ വീട്ടിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിപ്പോൾ ബാങ്കിലേക്ക് വന്നപ്പോൾ അത് അവിടെ പോയി 2 മാസം കൂടുമ്പോൾ വാങ്ങിക്കാനുള്ളൊരു സൗകര്യമൊക്കെ ഉണ്ട്. മറ്റത് അവർ ഡിലേ ആയിട്ടാണ് വരുന്നത്. 3 മാസം കൂടുമ്പോൾ 4 മാസം കൂടുമ്പോൾ. വളരെ നല്ല അഭിപ്രായം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ സാധാരണ പെൻഷൻ കൊണ്ടുവന്നാൽ 12 പിരിവുകൾ പോലെ അങ്ങ് എടുക്കലാണ് കൊണ്ടുവരുന്ന ആളുകൾ. അതുപോലെ അതിനെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പൈസ പോലെ അങ്ങ് എടുക്കലാണ്. അത് ഒഴിവാക്കി കിട്ടാൻ ഏറ്റവും നല്ല മാർഗം ബാങ്കിലൂടെ തന്നെ. അത് പറഞ്ഞ ബുദ്ധിമുട്ട് തന്നെ. അധികം ആൾക്കാർക്കും ഈ ബാങ്കായിട്ടുള്ള ഇടപാടില്ലാത്ത ആളുകളാണ് കൂടുതൽ. അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അത് ഏറ്റവും നല്ലത് ഇതുവഴി മറ്റുള്ള ഏതെങ്കിലും രീതിയിൽ കൂടെ എത്തിക്കുന്നതാണ്. കാരണം വയസ്സായ ആളുകൾ തന്നെ അവർക്ക് പിന്നെ ബാങ്കായിട്ടുള്ള ഒരു ഇതുണ്ടാവില്ല. പിന്നെ ബാങ്കിൽ പോയാലും പിന്നെ അവിടെ ലൈൻ നിൽക്കൽ അങ്ങനെയുള്ള വലിയൊരു പ്രശ്നമാണത്. വളരെ നമുക്ക് എങ്ങനെയായാലും പൈസ കിട്ടിയാൽ മതി എന്നുള്ളതുള്ളൂ. അത്രേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആളുകളായിട്ടുള്ള ആളുകളുണ്ട്. കാരണം മക്കളില്ലാത്ത, അവർക്ക് വീട്ടിൽ നിന്നും പുറത്തു പോകാൻ പറ്റാത്ത പല അവസ്ഥകളും ഉണ്ട്. എല്ലാവർക്കല്ല, അങ്ങനത്തെ ആളുകൾക്ക് അതൊരു ഉപകാരമായിരുന്നു വീട്ടിലെത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അതിപ്പോൾ നഷ്ടപ്പെട്ടതും കൊണ്ട് അങ്ങനത്തെ കുറേ ആളുകൾക്ക് പെൻഷൻ വാങ്ങാൻ പോകാൻ കഴിയില്ല. കാരണം പ്രായമുള്ള വളരെ അമ്മമാരായ സ്ത്രീകളുണ്ട്, ഒരുപാട് പ്രായമുള്ള ആളുകളുണ്ട്. വെറും 60 വയസ്സ് മാത്രമല്ലല്ലോ ഉള്ളത്. അപ്പോൾ ഒരു 90-95 വയസ്സുള്ള ആളുകൾക്ക് പെൻഷൻ കിട്ടുന്ന ആളുകളില്ലേ. അപ്പോൾ അവർക്ക് അവിടെ പോയിട്ട് വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ബാങ്കിൽ. ബാങ്ക് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലൊന്നല്ലല്ലോ, ഇത് സ്റ്റെപ്പ് കയറി പോകണ്ടേ. ആ സ്റ്റെപ്പ് കയറി പോകുന്നതിനനുസരിച്ചിട്ട് പ്രായമുള്ള ആളുകൾക്ക് അത് സാധിക്കില്ല. അപ്പോൾ അതിന് സംവിധാനം വേറെ എന്തെങ്കിലും ഗവൺമെൻറ് കാണേണ്ടി വരും. നിർബന്ധമുള്ള സംഗതിയാണ്.